ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ആജാനലംബിതഭുജൗ കനകാവദാതോ സങ്കീർത്തനേക പിതരോ കമലയതാക്ഷോ വിശ്വംബരോ ദ്വിജവരോ യുഗധർമ്മപാലോ വന്ദേ ജഗത്പ്രിയകരോ കരുണാവതാരോ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ മഹാകൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം ഇന്നലെ ആദ്യത്തെ ശ്ലോകം നമ്മൾ വായിച്ചു. ശ്ലോകവും വായിച്ചു, ശ്ലോകത്തിൻ്റെ വിവർത്തനം വായിച്ചു. കൂടുതൽ ഡിസ്കഷൻ, അർത്ഥവും നമ്മൾ മനസ്സിലാക്കി. ഭാവാർത്ഥം ശീലപ്രഭുപാദി ഭാവാർത്ഥം കുറച്ച് വലിയ ഭാവാർത്ഥമാണ്. ഭാവാർത്ഥത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമാണ് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു ഓം എന്ന് പറയുന്ന ബീജമന്ത്രത്തിൻ്റെ അർത്ഥം, അതേപോലെ വാസുദേവൻ എന്നുള്ള കൃഷ്ണൻ്റെ പേരിൻ്റെ 10 അർത്ഥങ്ങൾ നമ്മൾ ഇന്നലെ പല പല ആചാര്യന്മാരുടെ ആ ഒരു കമൻട്രിയിൽ നിന്ന്, അവരുടെ ഭാവാർത്ഥത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അർത്ഥങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ ആചാര്യന്മാരുടെയും പുസ്തകങ്ങളിൽ അവരുടെ ടീക്ക എന്ന് പറയും. ടീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഭാവാർത്ഥം. വരിഷ്ഠരായിട്ടുള്ള ഈ ആചാര്യന്മാരെല്ലാവരും ശ്രീധർ സ്വാമി, അദ്ദേഹം ഏകദേശം 1000 വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു വരുന്നേക്കാൾ മുമ്പ് ശ്രീധർ സ്വാമി ഭാഗവതത്തിൻ്റെ ഭാവാർത്ഥം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീധർ സ്വാമി ഒരുപാട് ബഹുമാനിക്കുന്നു. ചൈതന്യ ചരിതാമൃതത്തിൽ പല സാഹചര്യങ്ങളും എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ശ്രീധർ സ്വാമീനെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതേപോലെ തന്നെ ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, ശ്രീല ജീവ ഗോസ്വാമി, ശ്രീല സനാതൻ ഗോസ്വാമി, ഇവരെല്ലാവരും ശ്രീമദ് ഭാഗവതം ഭാവാർത്ഥം എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലാണ്. ശ്രീധർ സ്വാമി ഗൗഡീയ പരമ്പരയിലല്ല, എന്നാലും വരിഷ്ഠനായിട്ടുള്ള വൈഷ്ണവനാണ്. അങ്ങനെ ഒരുപാട് ശ്രീപാദ് വല്ലഭാചാര്യ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പുഷ്ടിമാർഗം സമ്പ്രദായത്തിൽ വരുന്നതാണ്. എഗെയിൻ ഒത്തൻറ്റിക്കായിട്ടുള്ള 4 വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ വരുന്ന ആചാര്യന്മാരാണ് ഇവരെല്ലാവരും. അപ്പോൾ അവരുടെ ഭാവാർത്ഥങ്ങളിൽ നിന്ന് ശ്രീലപ്രഭുപാദ് ഭാവാർത്ഥം എഴുതിയപ്പോൾ ഭക്തിവേദാന്ത ഭാവാർത്ഥം എഴുതുമ്പോൾ ഇതെല്ലാം റെഫർ ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ അതല്ലാതെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൊണ്ട് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി കുറച്ച് ഈ ഒരു അധ്യായത്തിൽ തന്നെ കാണും. പ്രഭുപാദ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സീരിയസ് ആയിട്ട് ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആചാര്യന്മാരുടെ ഭാവാർത്ഥം കൂടെ സമയമുണ്ടെങ്കിൽ പഠിക്കാം. അതിൻ്റെ അർത്ഥം അതിന് സാധിച്ചില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും നമുക്ക് നഷ്ടമാവുന്നില്ല. പ്രഭുപാദി എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വാസുദേവൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. ഓക്കെ, ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥവും നമ്മൾ ഇന്നലെ ജനറലായിട്ട് പറഞ്ഞു. ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു ഡിവോട്ടി ശ്ലോകം വായിക്കാം. ഒന്നാമത്തെ ശ്ലോകം തന്നെ, വിവർത്തനം വേറെ ഒരു ഭക്തനും വായിക്കാം. ഓക്കെ, ശീബമാതാജിക്ക് ശ്ലോകം വായിക്കാം, രത്നമാതാജിക്ക് വിവർത്തനം വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ജന്മാദ്യസ്യ യതോനയാദിതരദക്ഷാർദേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സോറി, എൻ്റെ അടുത്ത് ബുക്ക് ഇല്ല പ്രഭു. നോ പ്രോബ്ലം, അടുത്തത് വായിക്കാം. ലത മാതാജി ഉണ്ടോ? ലത മാതാജി, തിരുവനന്തപുരം, അങ്ങനെയാണ് പേര് കിട്ടിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഓക്കെ. വേണുഗോപാൽ പ്രഭു ഉണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ, ശ്രീദേവി മാതാജി, ശ്രീദേവി വേണുഗോപാൽ. ഓക്കെ, ഹരേ കൃഷ്ണ മാധവപ്രഭു. ഞാൻ വായിക്കണോ? നോക്കട്ടെ മാതാജി, അല്ലെങ്കിൽ ഞാൻ പറയാം. പത്മജ കുമാരി മാതാജി ഉണ്ടോ? ഓക്കെ, ശിവ മാതാജിനെ വായിച്ചോളൂ.
ഹരേ കൃഷ്ണ. വിവർത്തനം. അല്ലയോ വസുദേവസുതനായ എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലയോ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമപുരുഷനെ, അവിടുത്തേക്ക് എൻ്റെ സാദര പ്രണാമങ്ങൾ. നിരപേക്ഷ സത്യവും പ്രത്യക്ഷ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ആദി കാരണവുമാകുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. എല്ലാ സൃഷ്ടികളെക്കുറിച്ചും അവിടുന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും ബോധവാനാണ്. തനിക്കുപരിയായി മറ്റൊരു കാരണമില്ല എന്നതിനാൽ അവിടുന്ന് പൂർണ്ണ സ്വതന്ത്രനാണ്. ആദ്യ ജീവാത്മാവായ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രഥമമായി വേദജ്ഞാനം പകർന്നതും ഭഗവാനാകുന്നു. അഗ്നിയിൽ ജലവും അഥവാ ജലത്തിൽ കരയും കാണുന്ന തരം മായികമായ ആവിഷ്കാരങ്ങൾ ഒരുവനെ വിഭ്രമിപ്പിക്കുന്നത് പോലെ ഭഗവാനാൽ മഹാമുനിമാരും ദേവന്മാർ പോലും മായാമോഹിതരാകുന്നു. പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രതിപ്രവർത്തനം നിമിത്തം താൽക്കാലികമായി പ്രകടമാകുന്ന ഭൗതിക പ്രപഞ്ചങ്ങൾ യഥാർത്ഥമല്ലെങ്കിലും അവ വാസ്തവമാണെന്ന തോന്നലിനു കാരണവും അവിടുന്ന് തന്നെ. ആകയാൽ ഭൗതിക ലോകത്തിൻ്റെതായ മായയിൽ നിന്നും നിത്യവിമുക്തമായ അതീന്ദ്രിയ ധാമത്തിൽ എന്നെന്നും നിലകൊള്ളുന്ന നിരപേക്ഷ സത്യമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ ധ്യാനിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നമ്മൾ ഇന്നലെ പറഞ്ഞു ജന്മാദ്യസ്യ യതോ, എല്ലാ സൃഷ്ടിയുടെയും പരിപാലനം, സൃഷ്ടി, സംഹാരം എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. എല്ലാം ഭഗവാൻ തന്നെ നേരിട്ട് ചെയ്യുന്നതാണ്. ഭഗവാനും ഭഗവാന്റെ വിസ്തരണങ്ങളും അതിനുവേണ്ടി ഒരുപാട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളുണ്ട്. ഭഗവാൻ ഉണ്ട്, അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വിസ്തരണങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കാര്യങ്ങളെല്ലാം. ആദ്യത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസ്തരണങ്ങളെക്കുറിച്ച് വിശദമായിട്ട്. അപ്പോൾ പുരുഷാവതാരങ്ങളാണ് ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിയും പരിപാലനവും സംഹാരവും ഒക്കെ ചെയ്യുന്നത്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അത് കൂട്ടത്തിൽ ഗുണാവതാരങ്ങളുമുണ്ട്. സംഹാരത്തിന് മഹാദേവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു അധ്യക്ഷതയിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിലാണ് എല്ലാം നടക്കുന്നത്. ഭഗവാന്റെ സൂപ്പർവിഷനിലാണ് എല്ലാം ഉള്ളത്. പിന്നെ നമ്മൾ ഇന്നലെ കണ്ടു, അദ്ദേഹത്തിന് അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല, അഭിജ്ഞ അല്ലേ. അദ്ദേഹം എല്ലാ സർവവും അദ്ദേഹത്തിന് അറിയാം, സർവ്വതും അദ്ദേഹത്തിന് അറിയാം. സ്വരാട്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ്. ആരെയും അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മളാണെങ്കിൽ അദ്ദേഹത്തെ എല്ലാത്തിനും വേണ്ടി ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല, പൂർണ്ണം സ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് എന്തും ചെയ്യാം. എല്ലാം പരമദൈവത്വം പുരുഷനാണ്. പിന്നെ പറഞ്ഞു നമ്മൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയെ, ബ്രഹ്മാവിന് വേദങ്ങൾ പറഞ്ഞു കൊടുത്തത് ആദ്യം സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ആദ്യം ബ്രഹ്മാവാണ് വരുന്നത്. ജീവതത്വം, ആദ്യത്തെ ജീവതത്വം ബ്രഹ്മാവാണ് ഈ ഒരു ബ്രഹ്മാണ്ടത്തിലെ. അപ്പോൾ ബ്രഹ്മാവിന് വേദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നതും ഭഗവാൻ നേരിട്ടാണ്. തേനെ ബ്രഹ്മഹൃദയെ ആദികവയെ, നമ്മൾ ഇന്നലെ പറഞ്ഞു ഹൃദയത്തിലേക്ക്, ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് എല്ലാ ജ്ഞാനവും കൊടുക്കുന്നു. മുഹ്യന്തി യത് സൂരയ തേജോവാരി മൃതാം യഥ, അല്ലേ. ദേവതമാരും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള ഋഷിവര്യന്മാരും അവർക്ക് പോലും കൺഫ്യൂഷനായി പോകുന്നു. ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ സൃഷ്ടിയും ഭഗവാന്റെ ഈ എല്ലാ പ്രവൃത്തികളും ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാര്യം അവരുടെ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറത്താണ് പലപ്പോഴും. അവരെല്ലാവരും വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകളാണ്, സംശയമില്ല. ഭഗവാൻ തന്നെ നിയോഗിച്ചിട്ടുള്ളവരാണ്. എന്നാലും അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നു. ഏതെങ്കിലും ഒരു അസുരൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ദേവതമാരെ ഓടുന്നത് എങ്ങോട്ടാണ്? വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ്. സമുദ്രമന്ഥനലീലയെക്കുറിച്ച് നമുക്കറിയാം. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം എടുക്കുന്നതിനേക്കാൾ മുമ്പും കംസൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ബ്രഹ്മാവും മറ്റുള്ളവർ ദേവതമാരെല്ലാവരും പോയി വിഷ്ണുവിൻ്റെ അടുത്ത്, ക്ഷീരോദശായ വിഷ്ണുവിൻ്റെ അടുത്ത് പോന്നു. അതേപോലെ ഹിരണ്യകശിപുവിന് വരം കൊടുക്കുന്നു ബ്രഹ്മാവ്. അതിനുശേഷം പ്രശ്നങ്ങളായി. പിന്നെ അവസാനം വിഷ്ണു നേരിട്ട് വരേണ്ടി വന്നു, അല്ലേ. നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഭഗവാന്റെ കൈകളുണ്ട്. ഭഗവാൻ പൂർണ്ണമായിട്ട് സ്വതന്ത്രനാണ്. എന്നാൽ ബാക്കിയുള്ള ഏറ്റവും വലിയ ദേവതമാരിൽ വെച്ച്, ഇപ്പോൾ ജീവതത്വങ്ങളിൽ വെച്ച് ബ്രഹ്മാവാണ്. ഭഗവാൻ ശിവൻ ശിവതത്വമാണ്, ജീവതത്വമല്ല. ഇവർ രണ്ടുപേരും ആണ് ഹയസ്റ്റ് പൊസിഷനിൽ വരുന്ന ആൾക്കാർ. അവർ പോലും ഭഗവാനെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നു എല്ലാ കാര്യത്തിനും. അപ്പോൾ തേജോ വാരി മൃതം, ഇന്നലെ നമ്മൾ പറഞ്ഞു മോഹിനിമൂർത്തിയെക്കുറിച്ചും. അതേപോലെ ബ്രഹ്മാവും ഒരു സ്കന്ധത്തിൽ, 4ാമത്തെ സ്കന്ധത്തിൽ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. ബ്രഹ്മാവും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് പല സമയത്തും. ബ്രഹ്മവിമോഹൻ ലീലയിൽ മാത്രമല്ല, അല്ലാതെയും പല സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നു. ഇത്തരം വലിയ വരിഷ്ഠരായിട്ടുള്ള
ദേവതമാർക്ക് പോലും മുഹ്യന്തി, അവർ ചിലപ്പോൾ കൺഫ്യൂസ്ഡായി പോകുന്നു. എന്നിട്ട് ഉദാഹരണം പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ വിജനമായിട്ടുള്ള റോഡിൽ നമ്മൾ വെള്ളമുണ്ടെന്ന് തോന്നുന്നത് അല്ലേ, വേനൽക്കാലത്ത് നമുക്ക് കാണാം, ഇംഗ്ലീഷിൽ മിറാഷ് എന്ന് പറയും, ഒരു റിഫ്ലക്ഷൻ തോന്നും, നമുക്ക് വെള്ളമുണ്ടെന്ന് തോന്നും. മരുഭൂമിയിലും അതേപോലെ കാണാം. അതേപോലെ അതായത് ശരിയെ തെറ്റായിട്ട് ധരിക്കുന്നു. പ്രഭുപാദ് എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളുണ്ട്, കയറിനെ പാമ്പായി ധരിക്കുന്നു എന്നുള്ളത്. അത് നമ്മുടെ കാര്യം പറയുമ്പോഴും പറയും. അതായത് നമ്മൾക്കും ഈ മുഹ്യന്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ടത്, അല്ലെങ്കിൽ ഇലൂഷൻ എന്ന് പറയുന്നത്, ആ മോഹം എന്ന് പറയുന്നത്, അത് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. കാര്യം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇത് ശരീരമാണെന്നാണ്, ഈ ശരീരമാണ് ഞാനെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരീരമാണ്. ആത്മാവ് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ആർക്കും അറിയില്ല. അപ്പോൾ പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് കയറിനെ പാമ്പായി ധരിക്കുന്ന പോലെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. സാധാരണ നമ്മളെപ്പോലെ ബദ്ധാത്മാക്കൾക്ക് ഈവൻ ദേവതമാരുടെ പോലെ അവസ്ഥ അവരും ചില സമയങ്ങളിൽ, എല്ലായ്പ്പോഴും നമ്മളെപ്പോലെയല്ല, നമ്മളെപ്പോഴും അങ്ങനെയാണ്, നമ്മളെപ്പോഴും ശരീരബോധത്തിലിരിക്കുന്നവരാണ്. ദേവതമാരൊക്കെ ഭക്തരാണ്, അവർക്കറിയാം അവരാരാണെന്ന്, അവർ ഭഗവാന്റെ ആരാണെന്നും എല്ലാം. അവരുടെ ശക്തികളും അവരുടെ എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ അവർക്കറിയാം. നമ്മളാണ് പലപ്പോഴും മറന്നുപോയിട്ട് നമ്മളാണ് എല്ലാത്തിൻ്റെയും ബോസ് എന്ന് വിചാരിക്കുന്നത്. ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ, എൻ്റേതാണ്, ഇത് ഞാനാണ്, ഞാൻ ചെയ്തു, ഇത് എൻ്റെ എന്നുള്ളൊരു മുദ്ര കുത്തുന്നത് നമ്മളാണ്. കാരണം ശരീരബോധത്തിൻ്റെ അങ്ങേയറ്റത്താണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടു ഭഗവാനാണ് ഈ ത്രിഗുണങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ത്രിഗുണങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല. എല്ലാ ബ്രഹ്മാണ്ടങ്ങളും അദ്ദേഹം സൃഷ്ടിക്കുന്നു. ഈ ബ്രഹ്മാണ്ടങ്ങൾ താൽക്കാലികമായിട്ട് അത് പ്രകടമാവുന്നു, കുറച്ച് സമയം കഴിഞ്ഞാൽ അപ്രകടമാവുന്നു. ഭൗതിക ലോകത്തിൻ്റെ കാര്യം അതാണ് പറയുന്നത്. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്, സത്യമാണോ, അതായത് സത്യമല്ല എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു. സത്യമല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ജഗത്ത് സത്യമല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, ടെമ്പററി ആണ് എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നു ഇത് പെർമനൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള പ്ലാനിങ്ങൾ ആളുകൾ ചെയ്യുന്നത്. അതായത് ശാശ്വത കാലത്തേക്ക് സന്തോഷമായിട്ടിരിക്കും. എന്ത് ശാശ്വത കാലമുള്ളത്? എത്ര വയസ്സാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? അതുവരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരം വിടുന്നു. പിന്നെ എന്താണ്? നമ്മൾ സ്വരൂപിച്ചിട്ടുള്ള എല്ലാം നഷ്ടപ്പെടുന്നു. ഒന്നുമില്ല ശാശ്വത ഇവിടെ. ആകെ നമ്മുടെ കൂടെ ഭഗവാനാണ് കൂടെ വരാൻ പോകുന്ന ഒരേ ഒരു വ്യക്തി പരമാത്മാവായിട്ടുള്ള ഭഗവാൻ. ഇന്നലെ നമ്മൾ വാസുദേവൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഏറ്റവും വലിയ ധനം, ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭഗവാനാണ്. അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്മുടെ ആസ്തി, നമ്മുടെ എല്ലാം ഒരേ ഒരു വ്യക്തി ഭഗവാനാണ്. അതുപോലെ ഭക്തി, 2 കാര്യങ്ങളാണ്. ഈ രണ്ടും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഭക്തി നമ്മുടെ കൂടെ വരും. ഇനി വേറെ ഏത് ശരീരം എടുത്താലും നമ്മുടെ കൂടെ ഭക്തി പോകുന്നില്ല. എത്രമാത്രം നമ്മൾ ഭക്തി ചെയ്യുന്നു, എവിടെയാണോ നമ്മൾ നിർത്തുന്നത് ഈ ശരീരത്തിൽ, അടുത്ത ശരീരത്തിൽ അവിടെ നിന്ന് തുടങ്ങും. അതാണ് ഭക്തിയുടെ പ്രത്യേകത. നേഹാവിക്രമനാശോസ്തി പ്രത്യാവയോ ന വിദ്യതേ സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. വേറെയും ഒരുപാട് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം. ഭക്തി നമ്മുടെ കൂടെ വരുന്നു, ശാശ്വതമാണ്. അതേപോലെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും. ബാക്കി ഒരാളും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ കൂടെ. ഒരാളും ഉണ്ടാവുന്നില്ല, ഒരു സാധനങ്ങളും ഉണ്ടാവുന്നില്ല, ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മുടെ ബന്ധുജനങ്ങളോ ഫാമിലിയോ കൂടെ വരുന്നില്ല. നമ്മൾ കെട്ടിയിട്ടുള്ള വീടോ 5000 സ്ക്വയർ ഫീറ്റിൻ്റെ 10000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടോ ബാങ്കിലുള്ള കോടികളോ ഇതൊന്നും നമ്മുടെ കൂടെ വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ വലിയ ഫേമസ് ആണ്, സെലിബ്രിറ്റിയാണ്, സിനിമയിലെ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ കലയിൽ സെലിബ്രിറ്റിയോ എന്താണെങ്കിലും ഇതൊക്കെ താൽക്കാലികമാണ്. ഈ ഒരു ജന്മത്തിൽ എന്തോ പുണ്യത്തിൻ്റെ ഫലത്തിൽ ഉള്ളതാണ്. അത് എപ്പോൾ വേണമെങ്കിലും ഭഗവാനെ തിരിച്ചെടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നും അഹങ്കരിക്കേണ്ട കാര്യം വരുന്നില്ല ആർക്കും. എല്ലാം നശിക്കുന്നതാണ്. നശിക്കാത്തത് ഒരേ ഒരു കാര്യം ഭക്തിയും, അതേപോലെ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും എന്നുള്ളതും ഉറപ്പാണ്. അതിന് ഒരു സംശയവും വേണ്ട. നമ്മൾ മൃഗശരീരത്തിൽ പ്രവേശിച്ചാലും, നമ്മൾ ചെടിയോ മരമോ ആയി മാറിക്കഴിഞ്ഞാലും, മരത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാലും, പുഴുവായാലും പാറ്റയായാലും ഉറുമ്പായാലും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്, വേറെ ആരുമില്ല. അതുകൊണ്ട് ഒരേ ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, ഭഗവാൻ മാത്രം. എന്നും നമ്മുടെ കൂടെയുള്ള ഭഗവാനും നമ്മുടെ ഗുരുവും, നമ്മുടെ ആധ്യാത്മിക ഗുരുവും. കാര്യം ഗുരു എന്ന് പറയുന്നത് ഭഗവാനെ പോലെ ഭഗവാന്റെ പ്രതിനിധിയാണ്.
അതുകൊണ്ട് ഗുരുവും ഭഗവാനും നമ്മുടെ കൂടെ ശാശ്വതമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ബാക്കി ആരും നമ്മളെ ഉപേക്ഷിച്ച് പോവാം, എല്ലാവരും ഉപേക്ഷിക്കും. നമ്മളെ ഉപേക്ഷിക്കാത്ത രണ്ട് വ്യക്തികൾ വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ ഭക്തിയും ഉണ്ടാവും. അപ്പോൾ അതാണ് ഓർക്കേണ്ട കാര്യം. ധാംന സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം ഭൗതിക ലോകത്തിൻ്റെ മാനേജ്മെൻറ്റ് മുഴുവൻ ചെയ്യുന്നുണ്ട്. സൃഷ്ടി, സംഹാരം, പരിപാലനമൊക്കെ ചെയ്യുന്നു. എന്നാൽ അതൊക്കെ നടക്കുന്നുണ്ട്. അതേ കൂട്ടത്തിൽ അദ്ദേഹം അവിടെ ആധ്യാത്മിക ലോകത്തിൽ വൈകുണ്ഠ ലോകങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഗോലോക വൃന്ദാവനത്തിലും വൈകുണ്ഠത്തിലും കൃഷ്ണനുണ്ട്, ഭഗവാനും നാരായണനൊക്കെ ഉണ്ട്. അവരവരുടെ ലീലകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം പാരലി നടക്കുന്നുണ്ട്. ശ്രീല പ്രഭുപാദ് മനോഹരമായിട്ടുള്ള ഭാവാർത്ഥം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ശ്രീല പ്രഭുപാദിൻ്റെ ഭാവാർത്ഥം വളരെ വളരെ ഈ ഒരു ശ്ലോകത്തിലല്ല, ഏത് ഭാഗവതം എടുത്താലും ഭഗവത്ഗീത എടുത്താലും ശ്രീ ചൈതന്യ ചരിതാമൃത എടുത്താലും ശ്രീല പ്രഭുപാദിൻ്റെ ഹൃദയം അതിൽ കാണാം. പ്രഭുപാദ് പറയാറുണ്ട്, എൻ്റെ ആ അതീന്ദ്രിയമായിട്ടുള്ള ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു അനുഭവങ്ങളാണ് ഞാൻ എഴുതുന്നത്. ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന റിയലൈസേഷൻസാണ് പ്രഭുപാദ് ഭാവാർത്ഥത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊന്നും ഒരു സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആചാര്യന്മാർ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ ഒരു പരിധിവരെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഗൂഢമായിട്ടുള്ള അർത്ഥം ആകെ അറിയുന്നത് ആചാര്യന്മാർക്ക് മാത്രമാണ്. കാര്യം ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിനു വേണ്ടി ആചാര്യന്മാരെ നിയോഗിച്ചിട്ടുള്ളതാണ് ഭഗവാൻ തന്നെ. വ്യാസദേവൻ എല്ലാം പറയുന്നില്ല ഇവിടെ. ശീല ശുഗദേവ് ഗോസ്വാമിയും എക്സ്പ്ലനേഷൻ തരുന്നില്ല, പറഞ്ഞു പോവാണ്. പക്ഷേ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, നിഗൂഢമായിട്ടുള്ള ഒരുപാട് സീക്രട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക് അതിന് ഭഗവാൻ നിയോഗിച്ചിട്ടുള്ള, ഭഗവാൻ എംപവർ ചെയ്തിട്ടുള്ള ശക്തി, ഭഗവാന്റെ ശക്തി ആവേശ് അല്ലെങ്കിൽ ശക്തി കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള ആചാര്യന്മാർക്ക് ഇതെല്ലാം പുറത്ത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഭഗവാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവരത് പുസ്തക രൂപത്തിലോ ഗ്രന്ഥരൂപത്തിലോ നമുക്ക് എഴുതി തരുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ശില വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ആണെങ്കിലും, ശില ജീവ ഗോസ്വാമി ആണെങ്കിലും, ശില സനാതൻ ഗോസ്വാമി ആണെങ്കിലും, ശ്രീധർ സ്വാമി ആണെങ്കിലും, നമ്മുടെ പ്രഭുപാദാണെങ്കിലും അവരെല്ലാവരും ആ ശ്രേണിയിൽ വരുന്നവരാണ്, ശുദ്ധഭക്തരാണ്. അതുകൊണ്ട് അവർക്ക് ഉള്ളിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നതാണ്, വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ഭാവാർത്ഥം എഴുതുവാണ്. അപ്പോൾ ഭാവാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നു. 2, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല ആംഗിളിൽ നിന്നും ആചാര്യന്മാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 2, പ്രഭുപാദിൻ്റെ ഭാവാർത്ഥത്തിലെ പ്രത്യേകത, നമുക്ക് പഠിക്കാനുള്ള ലെസണും കൂടി ഉണ്ടാവും. അത് വളരെ വളരെ സ്പെഷ്യലാണ് പ്രഭുപാദിൻ്റെ പർപ്പോട്ട്. ഓരോ പർപ്പോട്ടിലും ഓരോ ഭാവാർത്ഥത്തിലും നമുക്ക് പഠിക്കാനുള്ള ഒരു ടേക്ക് ഹോം ലെസൺ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് ആചരിക്കണം എന്നുള്ളതും കൂടെ അദ്ദേഹം പറഞ്ഞു തരും പ്രാക്ടിക്കലി. മാത്രമല്ല, വേറൊരു പ്രത്യേകത പ്രഭുപാദിൻ്റെ പർപ്പോട്ടിൽ ഒരുപാട് ഉപമകൾ, അനോളജീസ് അത് കാണാം. അത് വേറെ എവിടെയുമില്ല. ഇവൻ ഭക്തിശാസ്ത്രി ഭക്തി വൈഭവ കോഴ്സ് ചെയ്യുന്നവർക്കറിയാം. പരീക്ഷയിലും വരും അല്ലേ. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെ എനോളജീസ് കൊടുക്കാറുണ്ട്. എനോളജീസ് നിർബന്ധം, ആസ് പെർ സിലബസ് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ വളരെ രസകരമായിട്ട് പ്രഭുപാദ് എത്ര മനോഹരമായിട്ടാണ് ഉപമകൾ തരുന്നത്. കുറേ ഉപമകളൊക്കെ നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ഉപമകൾ തന്നെ പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. അല്ലാതെ അദ്ദേഹം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പല എക്സാമ്പിൾസും പറഞ്ഞ് നമുക്ക് തത്വങ്ങൾ പഠിപ്പിച്ച് തരുവാണ് ചെയ്യുന്നത്. ഇതൊന്നും ആരും ചെയ്യില്ല. അത്രയും മഹാകാരുണ്യമുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ളൊരു ശുദ്ധഭക്തന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രഭുപാദിൻ്റെ മാക്സിമം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മഹാസൗഭാഗ്യമാണ് ശരിക്കും. അത് സ്വീകരിക്കുക. ഇത്രയും വലിയൊരു ഗിഫ്റ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റി, കംപ്ലീറ്റ്ലി ഇപ്പോൾ തകർന്ന് തരിപ്പടനായി കിടക്കുന്നത്, കമന്ന് കിടക്കുന്നതിനെ ശരിക്കും ആക്കി തിരിച്ച് നമ്മൾ ഈ ലോകത്തു നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള വഴികൾ നമുക്ക് തുറന്നു തരുവാണ്. വേറെ എന്താണെന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യം? ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സംസിദ്ധർ ഹരിതോഷണം, ഭഗവാനെ സന്തോഷിപ്പിക്കുക. അതേപോലെ ഭക്തി. സവേ പുംസ പരോധർമ്മ യഥോ ഭക്തിർ അധോക്ഷജേ. അധോക്ഷജൻ കൃഷ്ണൻ, ഭഗവാനോടുള്ള ആ ഭക്തിയുത സേവനങ്ങൾ മാത്രമാണ് ഒരു ജീവാത്മാവിനെ സംബന്ധിച്ച് ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം. നമ്മുടെ പരമമായിട്ടുള്ള ധർമ്മം അതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല.
ഹയസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ശ്രീമദ് ഭാഗവതം ഈ ആചാര്യന്മാരുടെ കൃപ കൊണ്ട്. അപ്പോൾ അതിൽ പ്രഭുപാദൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് പേഴ്സണലി ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളിൽ പലവരും ഇവിടെ ഇരുന്ന് ഭാഗവതം വായിക്കുന്നതും പഠിക്കുന്നതിനും ഒരേ ഒരു കാര്യം പ്രഭുപാദാണ്. ഭാഗവതം ഇതിനു മുമ്പുണ്ടായിരുന്നു. ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു കാലാകാലങ്ങളായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ സപ്താഹങ്ങൾ ഇന്നും ഇതിനു മുമ്പും എത്രയോ വർഷങ്ങൾ മുമ്പും 100 വർഷം മുമ്പും അതിനു മുമ്പൊക്കെ നടന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇതെല്ലാം ഇതിൻ്റെ സത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭക്തിയുടെ ശ്രേണിയിൽ, ഭക്തിയുടെ മാർഗം ഫോളോ ചെയ്ത് എത്ര ആളുകൾക്ക് ഈ ഭൗതിക ലോകം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എത്രമാത്രം ആളുകൾ ഈ ഭാഗവതത്തെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അത് ആചരിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. അല്ലെങ്കിൽ ഇത്രയും സപ്താഹങ്ങൾ നടക്കുമ്പോൾ എത്രയോ ശുദ്ധഭക്തർ നമ്മുടെ രാജ്യത്തുണ്ടായേനെ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, അതും ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഭാഗവതം സപ്താഹം കേൾക്കുവാനും കഥകൾ കേൾക്കാനും ആർക്കും പറ്റും. ചെറിയൊരു ഇൻട്രസ്റ്റ് ഉള്ള, അതായത് കഥകൾ കേൾക്കാനോ അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും, ഒരു പുണ്യം അകത്ത് അല്ലെങ്കിൽ ഒരു സത്വഗുണമുള്ള ആളുകൾക്കൊക്കെ ഇത് കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നിയമങ്ങളും കൂടെ പാലിക്കാനുണ്ട്. അതിന് കുറച്ച് ചിട്ടാവട്ടങ്ങളുണ്ട്. ആ ചിട്ടാവട്ടങ്ങളൂടെ ഫോളോ ചെയ്തുകൊണ്ട് ശരിക്കും പറയുന്ന ഭാഗവത്തിൽ പറയുന്ന തത്വങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി അത് ജീവിതത്തിൽ ആചരിക്കുമ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ അവിടെയാണ് പലപ്പോഴും ആളുകൾക്ക് ഒരു കുറവ് വരുന്നത്. കാര്യം ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഒരു ഭാഗവത സപ്താഹ ആചാര്യനും പറഞ്ഞു കൊടുക്കുന്നില്ല. കഥകൾ മനോഹരമായിട്ട് പറയുന്നു, ശ്ലോകങ്ങൾ മനോഹരമായിട്ട് പറയുന്നു. ആ 7 ദിവസം നമ്മൾ ഇരിക്കുമ്പോൾ അതിമനോഹരമാണ്. കാര്യം നമ്മുടെ ഉള്ളിൽ ശരിക്കും അത് പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി പോലെ ഇരിക്കും. പറയുന്ന ആ ഒരു ആചാര്യൻ നല്ല ഒരു ശുദ്ധ ഭക്തനാണെങ്കിൽ, അല്ലെങ്കിൽ സീരിയസ്ലി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പൈസയ്ക്കല്ലാതെ, ദക്ഷിണയ്ക്കോ പൈസയ്ക്കോ അല്ലാതെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പ്രഭുപാദ് എപ്പോഴും പറയും ഭാവാർത്ഥത്തിൽ, അതിൻ്റെ റിസൾട്ട് ഒന്നുമില്ല എന്നുള്ളത്. കാര്യം ഭാഗവതം ഒരിക്കലും ഒരു കച്ചവടത്തിനുള്ള കാര്യമല്ല. ഭക്തി എന്ന് പറയുന്നത് കച്ചവടമല്ല, അത് അതീന്ദ്രിയ തരത്തിലുള്ള സംഭവമാണ്. സംഭവം അതിന് ഒരാളും അതിനെ വിൽക്കാൻ സാധിക്കില്ല. അത് ഫ്രീ ആണ്, പക്ഷേ ഏറ്റവും വലിയ നിധിയാണ്. അതായത് ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സംഭവം ഭക്തിയാണ്. എന്നാൽ സുലഭമായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഭക്തി. എങ്ങനെ? മഹാപ്രഭുവിൻ്റെ കൃപ കൊണ്ട്, ഹരിനാമത്തിലൂടെ, ഭാഗവതത്തിലൂടെ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം സാധാരണ ആളുകൾക്ക് വിലയുണ്ടാവില്ല. അപ്പോൾ പറയും, എന്നാൽ അതിന് ഒന്നുമില്ലാത്തവർ കുറേ വില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറയും, അതിലെന്തോ ഉണ്ട് അല്ലേ. നമ്മൾ ഫ്രീ ആയിട്ട് ഒരാൾ കടയിൽ വിൽക്കുവാണെങ്കിൽ അവർ പറയും ഇതിലെന്തോ തരികിടയുണ്ട്, അങ്ങനെ വിചാരിക്കും. മഹാപ്രഭു ആണെങ്കിൽ മഹാകൃപാലു, കരുണാവതാരം ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അവർ ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് കൃഷ്ണപ്രേമം, ഹരിനാമം. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഒരു വശത്തിരിക്കുന്നു. രണ്ടാമത്തെ, ഈ പറയുന്ന വ്യക്തി ശുദ്ധനായിരിക്കണം. വേറെ ഒരു ഉള്ളിൽ പൈസയോ ധനമോ പേരോ പ്രശസ്തിയോ ഉദ്ദേശിച്ചുകൊണ്ട് ഭാഗവതം പറയുവാണെങ്കിലും ഒന്നും എഫക്റ്റ് ഉണ്ടാകുന്നില്ല. പറയുന്ന ആൾക്കും കാര്യമായിട്ടുള്ള എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. കേൾക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. ആ കേൾക്കുന്ന സമയത്തുള്ള ശുദ്ധീകരണം ഉണ്ട് എല്ലാ കേസിലും. പക്ഷേ ശരിക്കും ഒരു നമ്മൾ ട്രാൻസ്ഫോം ആവണമെങ്കിൽ, ശരിക്കും നമ്മൾ മാറണമെങ്കിൽ, അത് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഒരുപാട് പരിശുദ്ധിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രഭുപാദിൻ്റെ ഭാവാർത്ഥത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മുടെ ആചാര്യന്മാരുടെ, അവർ ശുദ്ധഭക്തരാണ്. അവർക്ക് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, എല്ലാവരെയും ശുദ്ധഭക്തരായി കാണണമെന്ന്. അതാണ് കൃഷ്ണൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ആഗ്രഹം. അവിടെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ട്രാൻസ്ഫർമേഷൻ ഉണ്ടോ ആളുകൾക്ക്, ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവാണ്. ഇപ്പോൾ ക്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ സപ്താഹമാണെങ്കിലും പ്രവചനം എന്നോ അല്ലെങ്കിൽ നമ്മൾ പ്രഭാഷണം എന്നോ എന്ത് വേണമെങ്കിൽ പറയാം, ആളുകൾക്ക് പരിവർത്തനം വരുന്നുണ്ടോ? ആ കേൾക്കുമ്പോൾ യെസ് എന്ന് തോന്നി,
അത് കഴിഞ്ഞിട്ട് യെസ് എന്ന് അപ്പോൾ തോന്നിയിട്ട് കാര്യമില്ല, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ശരിക്കും നമ്മുടെ ഉള്ളിൽ അത് തറച്ച് കയറി ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റിയില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭാഗവതം നമുക്കുണ്ടായിരുന്നു, എല്ലാം അവൈലബിൾ ആയിരുന്നു. പക്ഷേ എത്ര ആളുകൾ ഈ ഒരു മാർഗം സ്വീകരിച്ച്, എത്ര ആളുകൾ യമനിയമങ്ങൾ പാലിച്ച്, എത്ര ആളുകൾ ഈ പറയുന്ന 4 തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ ഒരു മാർഗത്തിൽ സിൻസിയറായിട്ട് ആത്മാർത്ഥയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയാണ് വിജയം ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കൂടുന്നുണ്ടാവും പുണ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഭക്തിയുടെ പുണ്യത്തിൻ്റെ. പക്ഷേ എഫക്റ്റീവ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇനിയും ജന്മങ്ങൾ എടുക്കേണ്ടി വരും ശുദ്ധനാവാൻ. എന്നാൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ജന്മത്തിലെ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉറപ്പാണ്. ആ ഒരു ഉറപ്പ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്, പ്രഭുപാദ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മഹാസൗഭാഗ്യമാണ്. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, ശ്രീല പ്രഭുപാദിൻ്റെ ഭാവാർത്ഥം വായിക്കുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് വാക്കുകൾ പറയാൻ കാര്യം, പ്രഭുപാദിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഏത് ഭാവാർത്ഥം വേണമെങ്കിൽ എടുത്തോളൂ, ഭഗവത്ഗീതയാവട്ടെ ഭാഗവതമാവട്ടെ, അതിൽ ശുദ്ധഭക്തിയെക്കുറിച്ച് പറയാത്തതോ, അല്ലെങ്കിൽ നമ്മളെ ഭഗവത് സാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയാത്തതോ, ഭക്തിയാണ് പരമമായിട്ടുള്ള ധർമ്മമെന്ന് പറയാത്തതോ, ഹരിനാമത്തിനെക്കുറിച്ചോ പറയാത്തതോ ആയിട്ടുള്ള ഒരു ഭാവാർത്ഥവും ഉണ്ടാവില്ല. എല്ലാത്തിലും പ്രഭുപാദ് പറയാറുണ്ട്, ചില ആളുകൾക്ക് ചിലപ്പോൾ 18,000 ശ്ലോകങ്ങളിലും എല്ലാ ഭാവാർത്ഥമൊന്നും വായിക്കാൻ സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ശ്ലോകം എടുക്കുന്നു, ഒരു ഭാവാർത്ഥം എടുക്കുന്നു, കുഴപ്പമില്ല. പ്രഭുപാദ് പറയുന്നു അറ്റ്ലീസ്റ്റ് ഒരു ഭാവാർത്ഥമെങ്കിലും വായിച്ചിട്ടുള്ളൂ എന്ന് വയ്ക്കുക. 18,000 ശ്ലോകം ഭാഗവതത്തിലെ ഒരു ശ്ലോകമെടുത്ത് അതിൻ്റെ ഭാവാർത്ഥം മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ഭാഗവതത്തിൻ്റെ എസെൻസ് കിട്ടണം. അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 വരിയോ 2 വരിയോ വായിച്ചാൽ മതി, അതിൽ എസെൻസ് കിട്ടണം. അതുകൊണ്ട് പ്രഭുപാദിൻ്റെ ഭാവാർത്ഥങ്ങൾ വളരെ സ്പെഷ്യലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ റിപ്പീറ്റഡ്ലി അദ്ദേഹം ഭക്തിയെക്കുറിച്ചും റിപ്പീറ്റഡ്ലി ഹരിനാമത്തെക്കുറിച്ചും റിപ്പീറ്റഡ്ലി നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചും പറഞ്ഞു പോവാണ്. കാര്യം എന്താണ്, നമ്മളെപ്പോലുള്ള ഇവിടെ നമ്മൾ 10ാമത്തെ ശ്ലോകത്തിൽ പഠിക്കും, പ്രായേണ അൽപായുഷ സഭ്യ കലൗ അസ്മിൻ യുഗേജന മന്ദ സുമന്ദമതയോ. കാലിയുഗത്തിലെ ആളുകളുടെ അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾക്ക് എത്ര പറഞ്ഞാലും കാര്യമില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടും കാര്യമില്ല, എന്നിട്ടും തലയിൽ കയറാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളെ പ്രഭുപാദ് പിന്നാലെ നിന്ന് ചെയ്യിപ്പിക്കുകയാണ്. അത്രയും കമ്പാഷൻ ഉണ്ട് അദ്ദേഹത്തിന്, അത്രമാത്രം മഹാകൃപയുണ്ട് അദ്ദേഹത്തിന്, കാരുണ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ സഹായിക്കുന്നത്. വേറെ ആരെങ്കിലും എന്ത് ചെയ്യൂ? വേറെ ആരെങ്കിലും ആണെങ്കിൽ 2 പ്രാവശ്യം പറയും, ഓക്കെ ഇനി നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. പ്രഭുപാദ് പിന്നാലെ നിന്ന് ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. ഓരോ ഭാവാർത്ഥത്തിലും എടുത്തെടുത്ത് പറയുന്നു എന്ത് ചെയ്യണമെന്നുള്ളത്. ശ്രീല പ്രഭുപാദ് കീ ജയ്. നമ്മുടെ ശ്രീല പ്രഭുപാദ് പറയുന്നു ഭാവാർത്ഥത്തിൽ, വ്യാസദേവൻ അടിവരയിട്ട് പറയുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമദൈവോത്തമ പുരുഷൻ എന്നുള്ളത്. ആദ്യത്തെ ശ്ലോകത്തിലെ വാസുദേവൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. വാസുദേവൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇനി ഇതിൻ്റെ വേറെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ട്. കൃഷ്ണൻ വസുദേവർക്കും ദേവകി റാണിക്കും ജനിക്കുന്നതും, അതേപോലെ യശോദറാണിയുടെയും നന്ദമഹാരാജൻ്റെയും പുത്രനായിട്ടും കൃഷ്ണനുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതൽ 8ാമത്തെ അധ്യായത്തിൽ കുന്തി സ്തുതി പറയുമ്പോൾ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ അവസരം കിട്ടുമ്പോൾ അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനൊരു ക്ലാരിറ്റി നമ്മൾ വരുത്തേണ്ടതുണ്ട്. ഇവിടെ ശ്രീല വ്യാസദേവൻ പറയുന്നു എന്ന് പറഞ്ഞു, ശ്രീല പ്രഭുപാദ് പറയുന്നു ശ്രീകൃഷ്ണൻ ഭഗവാൻ പരമദൈവോത്തമ പുരുഷനാണ് എന്നുള്ളത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ ശ്രീമൻ നാരായണനാവട്ടെ വിഷ്ണുമൂർത്തികളാവട്ടെ എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് വരുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഹൈറാർക്കി പറഞ്ഞു. ഓൾറെഡി പറഞ്ഞിരുന്നു. ആരൊക്കെയാണ്, എങ്ങനെയാണ് എക്സ്പാൻഷൻസ് എന്നുള്ളത് അല്ലെ. കൃഷ്ണനിൽ നിന്ന് ബലരാമൻ നിന്ന് ചതുർവ്യൂഹം, ആദ്യത്തെ വാസുദേവൻ സംഘർഷൻ പ്രദ്യുമ്ന അനിരുദ്ധൻ, ആദ്യത്തെ സംഘർഷൻ മൂലസംഘർഷൻ, അതിൽ നിന്ന് പിന്നീടുള്ള വിസ്തരണമാണ് ശ്രീമൻ നാരായണനിൽ നിന്ന് വീണ്ടും ചതുർവ്യൂഹങ്ങൾ. 2ാമത്തെ ചതുർവ്യൂഹത്തിലെ മഹാസംഘർഷൻ എന്ന് പറയുന്നു. അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വിസ്തരണങ്ങളാണ് കാരണോദകസായി വിഷ്ണു,
ഗർഭോദക സായി വിഷ്ണു ആൻഡ് ക്ഷീരോദക സായി വിഷ്ണു, 3 പുരുഷ അവതാരങ്ങൾ. അവരാണ് ഈ ഭൗതിക ലോകം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ചതുർവ്യൂഹം തൊട്ട് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ആധ്യാത്മിക ലോകത്തിൽ ഉള്ള കാര്യമാണ്. വൈകുണ്ഠ ലോകങ്ങളിലും ഗോലോക വൃന്ദാവനത്തിലുള്ളതാണ്. വിഷ്ണു, ഈ പറയുന്ന 3 വിഷ്ണുമൂർത്തികൾ, കാരണോദക സായി വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണു, രണ്ട് കാരണോദക സായി വിഷ്ണു തന്നെയാണ് മഹാവിഷ്ണു, വേറെ പേരാണ്. ഗർഭോദക സായി വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു, ക്ഷീരോദക സായി വിഷ്ണു. ഇവർ 3 പേരും പുരുഷ അവതാരങ്ങൾ എന്ന് പറയും. ഇവരുടെ റോള് ഇരിക്കുന്നത് ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി, പരിപാലനം, സംഹാരം, അതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അവരിയ്ക്കുന്നത് ഭൗതിക ലോകത്തിൻ്റെ റെൽമിലാണ്. എന്നാൽ അവർ തീർച്ചയായിട്ടും ഭഗവാനാണ്. ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. എന്നാലും അവരുടെ റോള് ഇവിടെയാണ്. അപ്പോൾ ഇതെല്ലാം തുടക്കം എവിടെ നിന്നാണ്? കൃഷ്ണനിൽ നിന്നാണ്. നമ്മുടെ നാട്ടിലുള്ള ഇൻക്ലൂഡിങ് ഞാനും വളർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിലും വിഷ്ണുവാണ്, മഹാവിഷ്ണുവാണ് പരമദിവോത്തമ പുരുഷൻ എന്നുള്ള ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് കൃഷ്ണൻ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശ്രീമദ് ഭാഗവതം ശരിക്കും പഠിച്ചിട്ടില്ല. ഭാഗവത സപ്താഹങ്ങൾ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പും. പക്ഷേ ഇത് ഇങ്ങനെയാണ് തത്വമെന്നും ഉള്ളിൽ മനസ്സിലാക്കിയിട്ടില്ല. അത് ഒരു പക്ഷേ പറഞ്ഞത് അന്നവരുടെ കുഴപ്പമോ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമോ എന്താണെന്നറിയില്ല. എന്താണെങ്കിലും ഈ ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക്. എന്നാൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവത്തിൽ. നമ്മൾ ആ ശ്ലോകം കാണും ഇനി മുന്നോട്ട്. ഭഗവാനാണ് കാര്യം. ഒരുപാട് 22-24 അവതാരങ്ങളെക്കുറിച്ച് ശുകദേവ് ഗോസ്വാമി പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയും, ഇതേജാംശ കലാപുംസു കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ കൃഷ്ണനാണ് സ്വയം ഭഗവാൻ. സ്വയം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, അല്ലെങ്കിൽ അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും സോഴ്സ്, അല്ലെങ്കിൽ സർവ്വകാരണ കാരണം. കേശവധൃത നരഹരി രൂപ ജയ ജഗദീശ ഹരേ, ഇങ്ങനെയാണ് ജയദേവ് ഗോസ്വാമി എഴുതുന്നത്. അത് കേശവധൃത നരഹരി രൂപ വാമനരൂപ എല്ലാം കേശവധൃത. കേശവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. അപ്പോൾ ക്ലിയറാണ്, ഭഗവാൻ കൃഷ്ണനാണ് പരമദിവോത്തമ പുരുഷൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വിസ്തരണങ്ങളാണ്. എന്നാൽ അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൾ ചെറുതായിട്ടോ വലുതായിട്ടോ കാണുന്നതല്ല. അവിടെ പ്രഭുപാദ് പറയുന്ന വേറൊരു ഉദാഹരണമാണ്. ശാസ്ത്രങ്ങൾ പറയുന്നു, ഒരു ആദ്യത്തെ വിളക്കിൽ നിന്ന് വിളക്ക് കത്തിച്ചു നമ്മൾ. ആ വിളക്കിൽ നിന്ന് 1000 വിളക്കുകളോ 10,000 വിളക്കുകളോ കത്തിക്കാം. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന വിളക്ക് അതാണ് എല്ലാത്തിനും കാരണമായി മാറിയത്. അതേപോലെ ആദ്യത്തെ ആ വിളക്ക് പോലെ നമുക്ക് കൃഷ്ണനെ പറയാം. ബാക്കിയുള്ളതും വിളക്ക് തന്നെയാണ്, പ്രകാശം തരുന്നു. ഈ വിളക്കിനെ പോലെ തന്നെ പ്രകാശം തരുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം ഭഗവാന്റെ വിസ്തരണങ്ങൾക്കും ഭഗവാനും ക്വാളിറ്റീസൊക്കെ എല്ലാം ഉണ്ട്. എന്നാൽ അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ അത് ഭഗവാൻ കൃഷ്ണനാണ്, അതിന് സംശയമില്ല. ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ പ്രഭുപാദ് പറയുന്നു ഭാവാർത്ഥത്തിൽ, വ്യാസദേവൻ ഇവിടെ അടിവരയിട്ട് പറയുന്നുണ്ട് കൃഷ്ണനാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളതും. അതേപോലെ ജീവഗോസ്വാമിയുടെ കൃഷ്ണ സന്ദർഭത്തിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ജീവഗോസ്വാമിയുടെ ഒരു ഭാഗവതത്തിൻ്റെ തന്നെ എക്സ്പ്ലനേഷൻസാണ് അദ്ദേഹം. അത് 6 സന്ദർഭങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ജീവഗോസ്വാമിയുടെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അതിൽ കൃഷ്ണ സന്ദർഭത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുന്നുണ്ട് കൃഷ്ണനാണ് പരമദിവോത്തമ പുരുഷൻ എന്നുള്ളത്. അവിടെ ഒരുപാട് ശാസ്ത്രങ്ങളിൽ നിന്ന് അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് അവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് സർവകാരണം, അല്ലേ? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണം. ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറയുന്നതാണ്. അതുപോലെ വേദങ്ങളിലും പറയുന്നു. ഇവിടെ പ്രഭുപാദ് പറയുന്നു, സാമവേദത്തിൽ പറയുന്നുണ്ട്, പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. ഇനി എന്തിനു പറയണം? ഭഗവത്ഗീത എടുത്തു നോക്കൂ. ഭഗവാൻ ചതുർശ്ലോകി ഭഗവത്ഗീത പറഞ്ഞതിന് ശേഷം അം സർവസ്യ പ്രഭോ മതഃ സർവം പ്രവർത്തത ഇതി മത്വ ഭജന്തേ മാം ബുദ്ധവാ സമന്വിത മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യ തുഷ്യന്തി ച രമന്തി ച. ആ ശ്ലോകങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇതെല്ലാം പറഞ്ഞ് 4 ശ്ലോകങ്ങൾ ഭഗവാൻ പറഞ്ഞതിന് ശേഷം അർജുനൻ മറുപടി പറയുന്നുണ്ട്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിപും. പിന്നെ പറയുന്ന അഹുസ്ത്വാം ഋഷയാ സർവേ ദേവശ്രീ നാരദസ്തദാ അസിതോ ദേവലോ വ്യാസോ സ്വയം ചൈവ ബ്രവിഷ്യമേ. അർജുനൻ ചതുർശ്ലോകിയിൽ ഭഗവാൻ പറയുന്നത് അഹം സർവസ്യ പ്രഭവഃ മതഃ സർവം പ്രവർത്തതേ. ഈ ഭൗതിക ലോകവും ആധ്യാത്മലോകമൊക്കെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണെന്ന് ഭഗവാൻ പറയുന്നത്. എല്ലാം എന്നിൽ നിന്ന് വന്നു എന്ന് ഭഗവാൻ അവിടെ പറയുവാണ്.
അതിനു മുമ്പ് 7ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചതുശ്ലോകി വരുന്ന 10ാമത്തെ അധ്യായത്തിലെ ഭഗവത്ഗീതയിൽ 10, 8, 9, 10, 11 4 ശ്ലോകങ്ങൾ. 7 ഭഗവത്ഗീതയിൽ പറയുന്നു മതഃ പരതരം ജ്ഞാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണിഗണ ഇവ. മനോഹരമായുള്ള ശ്ലോകം. അവിടെ പറയുന്നു മതഃ പരതരം നാന്യത്. ഭഗവാൻ പറയുന്നു ഞാനല്ലാതെ, അല്ലെങ്കിൽ കൃഷ്ണൻ പറയുന്നു, കൃഷ്ണൻ നേരിട്ട് അർജുനോട് പറയുന്നതാണ് ഭഗവത്ഗീത, ഞാനാണ് എല്ലാത്തിൻ്റെയും അസ്തിത്വം. എന്നിട്ട് അദ്ദേഹം എല്ലാത്തിൻ്റെ അസ്തിത്വം, ഞാനില്ലെങ്കിൽ ഒന്നും ഇല്ല. അതാണ് ഭഗവാൻ പറയുന്നത്. അതിന് നല്ലൊരു ഉദാഹരണം പറയുന്നു. എങ്ങനെയാണ് മുത്തുമാല മുത്തിൻ്റെ ഒരു മാല എടുക്കുകയാണെങ്കിൽ ആ മുത്തുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ അകത്തുള്ള നൂല് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ആ മുത്തുമാലയായിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം അകത്തൂടെ പോകുന്ന ആ നൂലാണ്. ആ നൂലില്ലെങ്കിൽ മുത്തുകൾ വേറെ കിടക്കുന്നു. മാല എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല, മാലയ്ക്ക് പ്രസക്തിയില്ല. അതേപോലെയാണ് ഭഗവാൻ എല്ലാത്തിൻ്റെ അകത്തൂടെ എല്ലാം. അത് ചിലപ്പോൾ കാണാതിരിക്കാം, എന്നാൽ അദ്ദേഹം ഉണ്ട് എല്ലായിടത്തും. എല്ലാത്തിൻ്റെയും അസ്തിത്വം അദ്ദേഹമാണ്. ഭഗവാൻ നേരിട്ട് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം അർജുനൻ പറയുന്നതാണ് പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭഗവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം. കൃഷ്ണനെ പറയുന്ന ആദിദേവം എന്ന് വിളിക്കുന്നു, പുരുഷം പരമപുരുഷൻ എന്ന് വിളിക്കുന്നു. അർജുനൻ പറയുന്നു എനിക്ക് മനസ്സിലായി. എന്നിട്ട് പറയുന്നു, അദ്ദേഹം പറഞ്ഞു അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം പറയുന്നു ഇതെൻ്റെ അഭിപ്രായം മാത്രമല്ല, അഹോസ്ത്വ ഋഷയാ സർവ ഋഷിമാരും പറയുന്നുണ്ട്. ദേവശ്രീ നാരദ, അസിത ദേവല, അസിത ഋഷി, ദേവല ഋഷി, നാരദമുനി, വ്യാസദേവൻ എല്ലാവരും പറയുന്നുണ്ട്. അതിനെല്ലാത്തിനും പുറമെ അങ്ങ് നേരിട്ട് പറയുന്നുണ്ട് ഞാനാണ് പരമദിവ്യത്വം പുരുഷൻ എന്നുള്ളത്. അതുകൊണ്ട് ഇനി എനിക്കും ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അങ്ങ് തന്നെയാണ് പരമദിവ്യത്വം പുരുഷൻ. അർജുനൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഇവിടെ അർജുനൻ പറയുന്നത് എനിക്കിനി അറിയാനൊന്നുമില്ല. പിന്നെ വിശ്വരൂപം കൂടെ കാണിച്ചു കൊടുക്കുന്നു. 10ാമത്തെ അധ്യായം കഴിഞ്ഞ് അവിടെ നിർത്തുന്നില്ല. കൃഷ്ണന് ഒന്നും കൂടെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വിശ്വരൂപം കൂടെ കാണിച്ചു കൊടുക്കുന്നു 11ാമത്തെ അധ്യായത്തിൽ. അതോടുകൂടി അർജുനൻ അവിടെ ഫ്ലാറ്റായി. അർജുനൻ എല്ലാം മനസ്സിലായി അല്ലേ? അപ്പോൾ എല്ലായിടത്തും പറയുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇത് വീണ്ടും പറയുന്നു? കാര്യം കൃഷ്ണൻ്റെ ആ ഒരു സ്ഥാനം. അതുകൊണ്ടാണ് വ്യാസദേവൻ ഈ ഒരു ശ്ലോകത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ പരമസത്യത്തിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. സംബന്ധജ്ഞാനം എന്നാണ് നമ്മൾ ആചാര്യം പറഞ്ഞത് ഈ ഒരു ശ്ലോകത്തെ പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ സംബന്ധജ്ഞാനം 3 തത്വങ്ങളുണ്ട്. സംബന്ധ, ആഭിധേയ, പ്രയോജന എന്ന് പറയും. സംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കിപ്പിച്ചു തരുന്നത്. ആരാണ് ഭഗവാൻ എന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നു. ആഭിധേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഭിധേയ, പിന്നെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് ആദ്യം സംബന്ധം, ആ കണക്ഷൻ കൊണ്ടുവരുന്നു. പിന്നെ ആഭിധേയം പ്രോസസ്സാണ്. എന്തിലേക്കുള്ള പ്രോസസ്സ്? ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളത്. അപ്പം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. സംബന്ധ, ആഭിധേയ, പ്രയോജന. അപ്പം സംബന്ധമാണ് ഈ ഒരു ശ്ലോകം. അതായത് സംബന്ധം ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ ആരാണ്, ആ പൊസിഷൻ മനസ്സിലാക്കിപ്പിച്ചു തരുന്നു. നമ്മൾ ഓരോരുത്തരും ദേവതമാരും ആരും ഭഗവാനുമായിട്ട് തുല്യമല്ല, ഭഗവാൻ പരമദിവ്യത്വം പുരുഷനാണ് എന്ന് തെളിയിക്കുന്നു. അതാണ് സംബന്ധജ്ഞാനം. ആഭിധേയം അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. അത് നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്യാം. എനിവേ, ഇപ്പോൾ ശീല പ്രഭുപാദ് ഇവിടെ എടുത്തെടുത്ത് പറയുന്നു. കുറേ നിങ്ങൾക്ക് വായിക്കാം പിന്നീട്, പുസ്തകമുള്ളവർക്ക് തീർച്ചയായിട്ടും. വാസുദേവൻ കൃഷ്ണൻ തന്നെയാണ് സർവ്വകാരണങ്ങളുടെ കാരണം എന്ന് പറയുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആചാര്യന്മാർ പറയുന്നുണ്ട്, വ്യാസദേവൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. വ്യാസദേവൻ, എന്നിട്ട് പ്രഭുപാദ് ഒരു കാര്യം കൂടെ പറയുന്നു. വ്യാസദേവൻ അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളെല്ലാം എഴുതി, എല്ലാ പുരാണങ്ങളും വേദങ്ങളും എഴുതി, ഉപനിഷത്തുകൾ എഴുതി, എല്ലാം എഴുതിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സംതൃപ്തി തോന്നുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അദ്ദേഹം ശ്രീമദ് ഭാഗവതം എഴുതുന്നത്. എന്തായാലും ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഡിസ്കഷൻ നമ്മൾ 4ാമത്തെ അധ്യായത്തിൽ പഠിക്കും. അവിടെ വ്യാസദേവൻ എങ്ങനെ ഭാഗവതം എഴുതി എന്നുള്ളതും നാരദമുനി അദ്ദേഹത്തിന് പ്രചോദനം കൊടുക്കുന്നതൊക്കെ നമ്മളവിടെ പഠിക്കും എന്തായാലും. എന്നാൽ പ്രഭുപാദ് എന്നാൽ ഇവിടെ എടുത്തു പറയുന്നുണ്ട്, വ്യാസദേവൻ ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് എല്ലാം ആ ഒരു മെച്യൂരിറ്റിയിൽ, അതാ പ്രഭുപാദ് പറയും, മെച്യൂരിറ്റിയിൽ എഴുതിയിട്ടുള്ളതാണ് വ്യാസദേവൻ. അതുകൊണ്ട് ഇതിൽ വളരെ ക്ലാരിറ്റിയോട് പറയുന്നുണ്ട് ഭഗവാൻ ആരാണെന്നും എന്താണ് പരോധർമ്മമെന്നും ഒക്കെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവതമാണ് എല്ലാത്തിൻ്റെയും എസെൻസ്. സർവ്വവേദങ്ങളുടെയും സാരമാണ് ശ്രീമദ് ഭാഗവതം.
അപ്പോൾ അങ്ങനെ പ്രഭുപാദ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് നമുക്ക് കൃഷ്ണൻ്റെ ആ ഒരു പൊസിഷനെ കുറിച്ച്. പിന്നെ പറയുന്നു സൃഷ്ടി, സംഹാരം, പരിപാലനം എല്ലാം നോക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ നേരിട്ടോ ഭഗവാന്റെ പ്രതിനിധികളെ വെച്ചോ ആണ് ഭഗവാൻ ഇത് ചെയ്യുന്നത്. അന്യ ദേവതമാരൊക്കെ 33 കോടി ദേവതമാർ എന്തിനാണ്? അവർ ആക്ച്വലി ഇവിടെ ഉള്ളത് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കമ്പനിയിൽ CEO ഉണ്ടാവും, ചെയർമാൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഏറ്റവും വലിയ പോസ്റ്റിലിരിക്കുന്ന ആൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെന്നോ ചെയർമാനെന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം, മാനേജിങ് ഡയറക്ടറെന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. അദ്ദേഹം തനിയെ ആ ഒരു കമ്പനി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആളുകളെ നിയോഗിക്കും. ഒരുപാട് ഡയറക്ടർമാർ വരും, ഒരുപാട് മാനേജർമാർ വരും, അല്ലേ? എന്തിനാണ് അവർ? കാര്യം അവരെല്ലാവരും കൂടെ ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. അവരാണ് പിന്നെ അത് കമ്പനി മാനേജ് ചെയ്യുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യും. അങ്ങനെ ഒരു ലീഡർഷിപ്പായിട്ട്, ഒരു ലീഡറായിട്ട് ഈ MDO, ചെയർമാനോ CEO ഉണ്ടാവും, അല്ലേ? അദ്ദേഹത്തിൻ്റെ കീഴിൽ മറ്റുള്ളവർ പണിയെടുക്കുന്നു. അങ്ങനെയാണ് ആ കമ്പനി റൺ ചെയ്ത് കൊണ്ടുപോകുന്നതും സക്സസ് ആവുന്നതും. അതേപോലെയാണ് സൃഷ്ടിയുടെ കാര്യത്തിലും. ഭഗവാനാണ് CEO അല്ലെങ്കിൽ ചെയർമാൻ, മാനേജിങ് ഡയറക്ടർ. അദ്ദേഹം സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കമ്പനി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സൃഷ്ടിയുടെ ഭാഗമായിട്ട് 24 മൂലകങ്ങളും പിന്നെ ജീവജാലങ്ങളും എല്ലാവരും അദ്ദേഹം സൃഷ്ടിക്കുന്നു. അതിനുശേഷം പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബ്രഹ്മാവും മറ്റുള്ള ദേവതമാരൊക്കെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവർ ശരിക്കും ആ കമ്പനിയിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡോ അല്ലെങ്കിൽ മാനേജർമാരെന്നോ ഡയറക്ടറിനോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അതാണ് അവരുടെ ജോലി. അതിൽ ചീഫായിട്ടുള്ള ഡയറക്ടറാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൻ്റെ കീഴിലാണ് മറ്റുള്ളവരെല്ലാവരും വരുന്നത്. ഓക്കെ, മഹാദേവൻ, ശിവനും സ്ഥാനമുണ്ട് തീർച്ചയായിട്ടും. മഹാദേവനും അതേപോലെ ബ്രഹ്മാവിനും സ്ഥാനം നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റില്ല. എന്നാൽ നോക്കുവാണെങ്കിൽ, തത്വത്തിൽ നോക്കുവാണെങ്കിൽ ഭഗവാൻ ശിവൻ്റെ സ്ഥാനമാണ് കൂടുതൽ, ഒരു സംശയമില്ല. കാര്യം ഭഗവാന്റെ വിസ്തരണമാണ്. പറയുന്നു ബ്രഹ്മസംഹിതയിൽ പാലും തൈരും പോലെയാണെന്നുള്ളത്. പാല് ഭഗവാനാണെങ്കിൽ പാലിൽ നിന്ന് വന്നിട്ടുള്ള തൈര് പോലെയാണ് ഭഗവാൻ ശിവൻ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വേറെ സ്ഥാനമാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ബാക്കിയുള്ള ദേവതമാരൊക്കെ ജീവതത്വങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ ചീഫായിട്ടുള്ള ജീവതത്വമാണ് ബ്രഹ്മാവ്. അപ്പോൾ അദ്ദേഹവും മറ്റുള്ള ദേവതമാരൊക്കെ ഈ കാര്യങ്ങൾക്ക് സഹായിക്കുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പുറകിൽ മാസ്റ്റർ ബ്രെയിൻ ആരുടെയാണ്? മാസ്റ്റർ ബുദ്ധി, ഇൻ്റലിജൻസ് ആരുടെയാണ്? ഭഗവാന്റെയാണ്. പരമദൈവത്വം പുരുഷനായിട്ടുള്ള ഭഗവാന്റെയാണ്. അത് ഇവിടെ പ്രഭുപാദ് എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശക്തികളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് അനേക ശക്തികളുണ്ട് ഭഗവാൻ. അതായത് ആന്തരിക ശക്തി, ബഹിരാംഗ ശക്തി എന്ന് പറയും. ആന്തരിക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ലോകത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതും ആധ്യാത്മിക ലോകത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അത് സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിനെയാണ് ആന്തരിക ശക്തി എന്ന് പറയുന്നത്. ബഹിരാംഗ ശക്തി എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിയുമായിട്ട് ആ സൃഷ്ടിക്കും പരിപാലനത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ തന്നെ ശക്തിയാണ് ബഹിരാംഗ ശക്തി എന്ന് പറയും. എക്സ്റ്റേണൽ എനർജി എന്ന് ഇംഗ്ലീഷിൽ പറയും. ബഹിരാംഗ ശക്തി, ആന്തരിക ശക്തി, അങ്ങനെ വ്യത്യാസമുണ്ട്. എന്നാൽ ഇതെല്ലാം ഭഗവാന്റെ ശക്തികളാണ്. കാര്യം ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ ചരാചരം ഹേതുനാനീന കൗന്തെയ. എൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രപഞ്ചം മുഴുവനും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഭൗതിക ലോകത്തിലുള്ള ഈ ശക്തി അതെല്ലാം ഭഗവാന്റെ സൂപ്പർവിഷനിലാണെന്ന് പറയുന്നു. ദേവിഹി ഏഷാ ഗുണമയി മമ മായ ദുരത്യയ. ഭഗവാൻ ആ ശ്ലോകത്തിലും പറയുന്നുണ്ട്, ഈ ബഹിരാംഗ ശക്തി, മായാശക്തി, ഈ പ്രപഞ്ചത്തെ നിർത്തുന്ന ഈ ഭൗതിക ലോകത്തിൻ്റെ ശക്തി, അത് എൻ്റെ ശക്തി തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. പിന്നെ പ്രഭുപാദ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. ഇതെല്ലാം അദ്ദേഹം പറയുന്നു, ശ്രീമദ് ഭാഗവത്തിലെ എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്, എല്ലാ തത്വങ്ങളും നമ്മൾ പഠിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ധർമ്മവും, അതേ ധർമ്മത്തിൻ്റെ പരമമായിട്ടുള്ള ധർമ്മം എന്താണെന്ന്, ഭക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പരമമായിട്ടുള്ള തത്വങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാലും കൂട്ടത്തിൽ ഭഗവാന്റെ ലീലകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ, ഒരു ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ നേരെ രാസലീലയിലേക്ക് പോകും. ഭഗവാന്റെ രാസലീലയൊക്കെ തെറ്റിദ്ധരിക്കും. ആളുകൾ തെറ്റായിട്ട് ഈ ലോകത്തുള്ള ആണും ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള റിലേഷൻ പോലെ കൃഷ്ണനെയും ഗോപികമാരുമായിട്ട് ആളുകൾ പറയും. അതിനേക്കാൾ വലിയ അപരാധം വേറെ ഒന്നുമില്ല. രണ്ടും രണ്ടാണ്. ആധ്യാത്മിക ലോകത്തിൻ്റെ തല തിരിഞ്ഞിട്ടുള്ള പ്രതിഫലനമാണെന്നാണ്, റിഫ്ലക്ഷൻ ആണെന്നാണ് പറയുന്നത്. പ്രഭുപാദിൻ്റെ വാക്കുകൾ ശരിക്കും പെർവേർട്ടഡ് റിഫ്ലക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലനം, അത് തല തിരിഞ്ഞിട്ടുള്ളത്. ഊർദ്ധമൂലം അധശാഖം, ഇത് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് 15-ാമത്തെ അധ്യായത്തിൽ.
നേരെ തലതിരിഞ്ഞിട്ടുള്ള ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടെ ശ്രേഷ്ഠമായിട്ടുള്ളത് ഇവിടെ നേരെ തലതിരിയും. അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. ഇവിടെ അതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീയും പുരുഷൻ്റെയും ബന്ധമല്ല കൃഷ്ണനും രാധയും കൃഷ്ണനും ഗോപികുമാരും തമ്മിലാത്ത പൂർണ്ണമായിട്ടും അതീന്ദ്രിയ തലത്തിലുള്ളതാണ്, പരിശുദ്ധമായിട്ടുള്ളതാണ് ആ റിലേഷൻഷിപ്പ്. അപ്പോൾ ചില ആളുകൾക്ക് ഇതറിയാതെ ഈ രാസലീല പോലുള്ള സംഭവങ്ങളൊക്കെ വായിച്ച് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസാണ് അതൊക്കെ. അവിടെ അതൊക്കെ വായിച്ച് ആളുകൾ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നേരെ അവിടെ പോയി എടുക്കാൻ നമുക്ക് ഒരു അധികാരവുമില്ല. നമ്മൾ പഠിച്ച് 1-ാമത്തെ സ്കന്ധം മുതൽ 10-ാമത്തെ സ്കന്ധം വരെ പഠിച്ച് 10-ാമത്തെ സ്കന്ധത്തിലാണ് ഇതെല്ലാം വരുന്നത്, ദശമസ്കന്ധത്തിൽ. അവിടെ വരെ എത്തണമെങ്കിൽ അത്രമാത്രം ശുദ്ധീകരണം നമ്മൾ നടക്കണം, ശുദ്ധരാവണം. അപ്പോഴാണ് അതിന് ആക്സസ് ചെയ്യാനുള്ള, അത് തൊടാനുള്ള ഒരു അധികാരം നമുക്ക് കിട്ടുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ്. പ്രഭുപാദ് പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തെറ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഭാഗവതം പഠിക്കണം എന്ന് പറയുന്നു. അപ്പോൾ പ്രഭുപാദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളും പഠിച്ചു പോകുന്നത്. അങ്ങനെ ആദ്യത്തെ ശ്ലോകം മുതൽ മുന്നോട്ട് പോകുന്നു. ദശമസ്കന്ധം ഒരുപാട് ദൂരെയാണ്, കുഴപ്പമില്ല, ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് പ്രഭുപാദ് പറയുന്നുണ്ട് അവിടെ. പിന്നെ പറയുന്നു ഇവിടെ ധീമഹി, ഗായത്രി മന്ത്രം, ഗായത്രി മന്ത്രത്തിൽ വരുന്നതാണ് ധീമഹി. ആ ഒരു വാക്ക് ഇവിടെ വ്യാസദേവൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അതീന്ദ്രിയ തലത്തിൽ ഭഗവാൻ, അതായത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ശുദ്ധഭക്തിയുടെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഭഗവാനെ ആ ഒരു ആധ്യാത്മിക ജ്ഞാനം കിട്ടുവാനും ആ തിരിച്ചറിവ് വരാനും ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഭഗവാന്റെ നാമവും മന്ത്രങ്ങളും ഗായത്രി മന്ത്രവും ഇതെല്ലാം ചൊല്ലുന്നതിലൂടെയാണ് സാധിക്കുന്നത്. അപ്പോൾ ഗായത്രി മന്ത്രം, ഹരേകൃഷ്ണ മഹാമന്ത്രം ആർക്ക് വേണമെങ്കിലും ചൊല്ലാം. ഗായത്രി മന്ത്രങ്ങൾ ബ്രാഹ്മണ ദീക്ഷ കഴിഞ്ഞവരാണ് ഗായത്രി മന്ത്രം ചൊല്ലുന്നത്. അതിന് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പ്രഭുപാദ് പറയുന്നുണ്ട് ഇവിടെ, ബ്രാഹ്മണരുടെ ക്വാളിഫിക്കേഷൻ വേണം. ബ്രാഹ്മണനായിട്ട് ജനിക്കുക എന്നുള്ളതല്ല ക്വാളിഫിക്കേഷൻ. ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ മാത്രം പോരാ. ബ്രാഹ്മണൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് പറയുന്നത്? ഭഗവത്ഗീതയിൽ പറയുന്നു, ശമോ ദമസ് തപസ് ശൗചം ശാന്തിർ ആർജവമേവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഇതാണ് ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ്. ശമോ, അതായത് ശാന്തനായിട്ടുള്ള സ്വഭാവം. ദമ, സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിട്ടുള്ള വ്യക്തി. പിന്നെ തപസ് ചെയ്യുന്ന വ്യക്തി, അതായത് ഇന്ദ്രിയങ്ങളെ തോന്നിയ പോലെ വിടാതെ എല്ലാത്തിനെയും നിയന്ത്രിച്ച് തപസ്സുകൾ എടുക്കാനുള്ള ശക്തിയുള്ളവർ. ശൗചം, വൃത്തിയും വെടുപ്പും, ആന്തരികമായിട്ടുള്ള വൃത്തിയും പുറമേയുള്ള വൃത്തി മാത്രമല്ല, ഉള്ളിലും, അതായത് അസൂയ, മറ്റുള്ളവരോട് ദേഷ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് തോന്നുന്ന ആ ഒരു അങ്ങനെയുള്ള അസൂയയും കാര്യങ്ങളൊക്കെ, അതൊക്കെ അനർത്ഥങ്ങളാണ്. അതൊക്കെ ഹൃദയത്തിലുണ്ടെങ്കിൽ ശുദ്ധമല്ല. ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് പറയുന്നത്. ഈ ക്വാളിറ്റീസ് ഉള്ളവരാണ് ഗായത്രി മന്ത്രങ്ങളൊക്കെ ചൊല്ലുവാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ശാന്തി എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക, അതിൽ സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ നേരിടാൻ പറ്റുക, തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം വരാതിരിക്കുക. ഇതെല്ലാം ടോളറൻസ് ഇല്ലാത്തവരാണ് ചെയ്യുക. തൃണാദവി ശുനീചേന തരോറപി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. മഹാപ്രഭുവും പറയുന്നുണ്ട് അവിടെ സഹിഷ്ണുതയെക്കുറിച്ച്. ശമോ ദമസ് തപ ശൗചം ശാന്തിർ ആർജവം എന്ന് പറഞ്ഞ് സത്യസന്ധത. പിന്നെ ജ്ഞാനം എന്താണ്? ആധ്യാത്മിക ജ്ഞാനം. വിജ്ഞാനം, തിരിച്ചറിവുകൾ. ആസ്തിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം ഫോളോ ചെയ്യുന്നവർ. അപ്പോൾ ഇതൊക്കെ ക്വാളിറ്റീസാണ് ആരുടെ? ബ്രാഹ്മണരുടെ. ഈ ക്വാളിറ്റീസ് ഉള്ളവർക്ക് ഗായത്രി മന്ത്രങ്ങളൊക്കെ ജപിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷനുണ്ട്, കിട്ടുകയുള്ളൂ എന്ന് പ്രഭുപാദ് പറയുന്നു. ആക്ച്വലി ശാസ്ത്രങ്ങളിലും പറയുന്നു. എന്നാൽ അപ്പോൾ ഒരു ചോദ്യം വരാം, ഗായത്രി മന്ത്രങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നടക്കില്ലേ? നടക്കും, ഹരിനാമത്തിലൂടെയും നടക്കും, സംശയമൊന്നുമില്ല. എന്നാൽ അത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷനാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ് എന്ന് പറയുന്ന പോലെ ആ സെക്കൻഡ് ബ്രാഹ്മണ ദീക്ഷ കഴിയുമ്പോൾ ഒന്നും കൂടെ നമ്മൾ അടുക്കുവാണ് ഭഗവാനിലേക്ക്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നു, ഉത്തരവാദിത്വം കൂടുന്നു. എന്തെങ്കിലും തെറ്റുകളും പ്രശ്നങ്ങളും, അതായത് അനർത്ഥങ്ങളും തെറ്റുകളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രശ്നമാവും. കൂടുതൽ ഹൈ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർക്ക് ജോബിൻ്റെ റിസ്ക് കൂടുതലാണെന്ന് പറയുന്ന പോലെ ഒരു കമ്പനിയിൽ അങ്ങനെയാണ്. ഹൈ പോസ്റ്റ് ആവുന്നതോറും റിസ്ക് കൂടുതലാണ്. എന്ന് വേണമെങ്കിലും ജോലി തെറിക്കാം. എന്നാൽ അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ടാവും, പക്ഷേ റിസ്ക് കൂടുതലാണ്. താഴെയുള്ളവർക്ക് അത്ര റിസ്ക് ഇല്ല. അതേപോലെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെയാണ്
ഏത് ബ്രാഹ്മണ ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് ഉണ്ട്, അതായത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കണം ആ സമയത്ത്, ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ്, അനർത്ഥങ്ങൾ വരാം, അപരാധങ്ങൾ ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ആ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ ഓർക്കേണ്ടതാണെന്ന് പ്രഭുപാദ് പറയുന്നു. പിന്നെ ഇവിടെ ആ പ്രഭുപാദ് പറയുന്നു ഭാവാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണോ മരുഭൂമിയിൽ കാണുന്ന പോലെ വെള്ളം കാണുന്നത് പോലെ, അങ്ങനെ പല ആളുകളും ഈ ലോകത്തെ സത്യമാണെന്ന് വിചാരിക്കുന്നു, ഈ ലോകമാണ് എല്ലാം എന്ന് വിചാരിക്കുന്നു, ഇതിൻ്റെ അപ്പുറത്തൊരു ആധ്യാത്മിക ലോകമുണ്ട് എന്നുള്ളൊരു ചിന്ത പോലും അവർക്കറിയില്ല. അതാണ് പ്രശ്നം. സത്യമായി ഈ ലോകത്തെ സത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ലോകമാണ് എല്ലാം, ഇതിനപ്പുറത്തൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എൻജോയ് ചെയ്യുക, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ എന്ന് വിചാരിക്കുന്നവരാണ് വിഡ്ഢികൾ. എന്നാൽ ഇതിനപ്പുറത്തൊരു ആധ്യാത്മിക ലോകം ഉണ്ട് എന്നുള്ളതും നമ്മുടെ ശരിയായിട്ടുള്ള സ്ഥലം അതാണെന്നും വീട് അതാണെന്നുള്ളതും ഈ ലോകം താൽക്കാലികമാണെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടലാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമെന്നും മനസ്സിലാക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. ഇല്ലാത്തവർ കാര്യമില്ല. അങ്ങനെ അത് പ്രഭുപാദ് ഇവിടെ പറയുന്നു. പിന്നെ ഈ ഒരു സൃഷ്ടിയുമായിട്ട് സംബന്ധിച്ച ബ്രഹ്മാവാണ് ഏറ്റവും വലിയ ആ ഒരു ജീവതത്വം. അദ്ദേഹം മുതൽ താഴെയുള്ള ഉറുമ്പ് വരെ എല്ലാവരും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ എന്നാൽ ഭഗവാനാണെങ്കിൽ എല്ലാവും അറിയാം. പ്രഭുപാദ് പറയുന്നു ചീഫ് എഞ്ചിനീയറിനെ പോലെയാണ് ഭഗവാൻ, എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു ചീഫ് എഞ്ചിനീയറിന് ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാം അറിയാം, അദ്ദേഹം നേരിട്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിന് എല്ലാത്തിനെയും കുറിച്ച് ധാരണയുണ്ടാവും. അതേപോലെയാണ് ഭഗവാൻ മറ്റുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഉദാഹരണം പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാനും നമ്മളും അല്ലെങ്കിൽ സാധാരണ ജീവതത്വവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. നല്ലൊരു ഉപമ അവിടെ പറയുന്നുണ്ട്, അനോളജി പറയുന്നുണ്ട്. ഭഗവാൻ എന്ന് പറയുന്നത് സ്വർണ്ണഖനി പോലെയാണ്, മൈൻ പോലെയാണ്. സ്വർണത്തിൻ്റെ മൈൻ സ്വർണ്ണഖനിയാണ്. എന്നാൽ അതിൽ നിന്നുണ്ടാക്കുന്ന ചെറിയ പൊട്ട് സ്വർണമോ അല്ലെങ്കിൽ വളയോ അല്ലെങ്കിൽ ചെറിയ റിങ്ങോ മോതിരമോ എന്തെങ്കിലും അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഇത്രയേ ഉള്ളൂ. എന്നാൽ ഖനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുതാണ്. അപ്പോൾ അതേപോലെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഭഗവാന്റെ ക്വാളിറ്റികളൊക്കെ കുറച്ച് നമുക്കുണ്ട് ചെറിയ രീതിയിൽ. ഭഗവാൻ പൂർണ്ണമാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസാശ്രിയ ഷഡ്വിധ എല്ലാ 6 ഷഡൈശ്വര്യങ്ങളുള്ള വ്യക്തിയാണ് ഭഗവാൻ. ഷഡൈശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുമുണ്ട്, നമുക്കതിൻ്റെ ചെറിയ ശതമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രഭുപാദ് അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ പറയുന്നു, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ചില പ്രസ്ഥാനങ്ങൾ പറയുന്നു, ചില സ്കൂൾ ഓഫ് തോട്ട്സ് മായാവാദികളൊക്കെ പറയുന്ന പോലെ മനുഷ്യരും ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയുന്നവരുണ്ട്, ഭഗവാനും ജീവതത്വവും ഒന്നാണെന്ന് പറയുന്നവരുണ്ട്. അത് വലിയ തെറ്റാണ്. അത് ഒരിക്കലുമല്ല. നമ്മൾ ഭഗവാനെയല്ല, അസമ്മൂർധ്വ, ഭഗവാനെ പോലെയോ ഭഗവാന്റെ മുകളിലോ ആരുമില്ല. അത് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചും പ്രഭുപാദ് ഇവിടെ പറയുന്നു. അദ്ദേഹത്തിന് അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല, അഭിജ്ഞാനാണെന്ന് പറയുന്നു, സ്വരാട്ടാണെന്ന് പറയുന്നു. അദ്ദേഹത്തെ എല്ലാവരും ആശ്രയിക്കുന്നു, അദ്ദേഹം ആരെയും ആശ്രയിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. പിന്നെ അതിന് ഉദാഹരണമായിട്ട് പ്രഭുപാദ് പറയുന്നു, ഹിരണ്യകശിപുവിനെ പോലെ രാവണനെ പോലുള്ള ആളുകൾ ഒരുപാട് തപസ്യകളൊക്കെ ചെയ്ത് അവർ ഒരുപാട് ശക്തിയൊക്കെ കിട്ടിയതിന് ശേഷം അവസാനം ദേവതമാർക്കെതിരെ തന്നെ അവർ പ്രയോഗിച്ചു. അവസാനം എന്തായി? ഇവരെല്ലാവരും നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ അവസാനം ഭഗവാനേ ഉള്ളൂ എല്ലാത്തിനും. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആർക്കും പോകാനും സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നു. അവസാനം പ്രഭുപാദ് പറയുന്നു, ഇതെല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടി, ഇങ്ങനെ ഈ തത്വങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ, ഭാഗവതം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ആധ്യാത്മിക ഈ ഒരു പാത സ്വീകരിക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഭഗവാനെ ശരണം പ്രാപിക്കുക. ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവരുടെ ബുദ്ധിക്ക് ഒന്നും സംഭവിക്കില്ല, ശരിയായിട്ടുള്ള ബുദ്ധി അവർക്കേ ഉണ്ടാവുള്ളൂ. ഭഗവാനെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ എന്താണ്? നമ്മൾ തോന്നിയ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതാണ് പ്രഭുപാദ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രഭുപാദ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഭഗവാൻ 18:66 ഭഗവത്ഗീതയിൽ പറയുന്നു, എല്ലാം മറന്നോളൂ അർജുന, ഞാൻ പറഞ്ഞതെല്ലാം മറന്നാലും കുഴപ്പമില്ല, ഒരു കാര്യം മാത്രം ഓർക്കുക, നീ എന്നെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചോളൂ, ബാക്കിയെല്ലാം ഞാൻ ഏറ്റു, ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇതാണ് ഒരു ഭക്തൻ്റെ ആദ്യത്തെ ക്വാളിറ്റി വേണ്ടത്. ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുക. നമ്മൾ എല്ലാത്തിനും ഭഗവാനെ ആശ്രയിക്കുന്നുണ്ട്. അതായത് ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആശ്രയിക്കുന്നില്ല, ഭഗവാന്റെ ഹെൽപ്പ് കൊണ്ടാണ് എല്ലാം നടക്കുന്നത്.
പക്ഷേ ആ ഹെൽപ്പ് കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ വരണം. അങ്ങനെയാവുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കും ഓട്ടോമാറ്റിക്കലി. കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്, ഞാനിപ്പോൾ ശ്വാസം വലിക്കുന്നത്, ഞാൻ നടക്കുന്നത്, ഈ വീടുള്ളത്, എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസയുള്ളത്, കുട്ടികളുള്ളത്, എല്ലാം ഉള്ളത്, ഭക്തിയിലുള്ളത്, നാമം ജപിക്കുന്നത്, സേവനങ്ങൾ ചെയ്യുന്നത് എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. എല്ലാം ഭഗവാൻ ഉള്ളത് കൊണ്ട് നടന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ സൂപ്പർവിഷനിലല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരണാഗതി എളുപ്പമായി. കാര്യം നമുക്കറിയാം, അദ്ദേഹത്തെ മാത്രമേ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചാൽ മതി, ബാക്കിയെല്ലാം അദ്ദേഹം നോക്കിക്കൊള്ളും എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മളെത്തും. ഓക്കെ, സോ താങ്ക് യു. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ശ്ലോകവും ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥവും പ്രധാനപ്പെട്ട തത്വങ്ങളൊക്കെ പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളതും ആചാര്യന്മാർ പറയുന്നതൊക്കെ ഇനി അടുത്ത ആഴ്ചയിൽ ആർജവം എന്നുള്ളതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. പറയാം മാതാജി, ഞാൻ പറയാം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം തരാം. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ, അതിനുശേഷം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ശ്ലോകം മുതൽ നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഇത്തിരി വലുതാണ്, ഭാവാർത്ഥങ്ങളൊക്കെ. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേഗത്തിൽ മുന്നോട്ട് പോകും. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് രണ്ടാമത്തെ ശ്ലോകം. അപ്പോൾ ഈ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചിട്ടുള്ളവർക്ക്, ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാം. നല്ല ശ്ലോകങ്ങളാണ് ഭാഗവതത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ. അപ്പോൾ കാണാതെ പഠിക്കാൻ, ബൈഹാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആദ്യത്തെ ചെല്ലട്ടെ പ്രഭു, ആദ്യത്തെ തെറ്റുണ്ടോന്ന് അറിയില്ല, ചെല്ലട്ടെ ആദ്യത്തെ. ഒരു മാതാജി സംസാരിക്കാം. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ മാതാജി. ഞാനൊന്ന് പറഞ്ഞു തീർന്നിട്ട് മാതാജി പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞതെന്ന് മറന്നുപോയി, അതാണ് പ്രശ്നം. ഇടയിൽ സംസാരിക്കുമ്പോൾ ആ ഫ്ലോ പോവും. എനിവേ, സാരമില്ല. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 3 ശ്ലോകങ്ങൾ, ആദ്യത്തെ 3 ശ്ലോകങ്ങൾ കാണാതെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. ഇത് പരീക്ഷയും നമ്മളിവിടെ എക്സാം നടത്തുന്നു അങ്ങനെയല്ല, ഭക്തി വൈഭവ കോഴ്സല്ല ഇത്. ഭക്തി വൈഭവ കോഴ്സുണ്ട്, ഭാഗവതം പഠിക്കുന്ന കോഴ്സ്. ഭക്തി വൈഭവയിൽ ആദ്യത്തെ 6 സ്കന്ധങ്ങൾ വരുന്നു, ഭക്തി വേദാന്തയിൽ അവസാനത്തെ 6 സ്കന്ധങ്ങൾ വരുന്നു. അപ്പോൾ ആ കോഴ്സ് ചെയ്യുന്നവരവിടെ പരീക്ഷ എഴുതണം, ശ്ലോകം കാണാതെ പഠിച്ച് എക്സാമുണ്ട്, എസ് എഴുതണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു സത്സംഗത്തിൽ അതില്ല. എന്നാലും നമ്മുടെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റാണ്. എന്നാൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാര്യം നമ്മൾ ഈ ശ്ലോകങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? വേറൊന്നിനുമല്ല, ഭഗവാന്റെ മുമ്പിൽ നമുക്ക് ചൊല്ലാം, ഭഗവാന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. ഒരുപാട് ഭഗവാന് സന്തോഷമാവും. മാത്രമല്ല, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഭക്തി വൈഭവമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. താങ്ക് യു സോ മച്ച്. ശ്രീല പ്രഭുപാദ് കി ജയ്. യെസ് മാതാജി, ഇനി പറയൂ. സോറി മാതാജി, ഞാൻ ഇടയിൽ മാതാജിയെ സ്റ്റോപ്പ് ചെയ്തതിന്. ബിക്കോസ് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. ബിക്കോസ് എന്താ പറയുന്നതെന്ന് ഉള്ള ഫ്ലോ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കും അറിയില്ല എവിടെ ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളത്. കാരണം ഇതെല്ലാം ഭഗവാൻ ഇവിടെ ചെയറിലിരുന്ന് പറയുന്നത് ഒന്നും എഴുതി വെച്ചിട്ടോ പറയുന്നതല്ല, അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇടയിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ ചിലപ്പോൾ അവിടെ നിന്ന് പോകും. അപ്പോൾ എപ്പോഴും നല്ലത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സമയമുണ്ട് എന്തായാലും. ഇനി എന്ത് വേണമെങ്കിൽ ചോദിക്കാം. യെസ്, പറയൂ. മ്യൂട്ടാണ്, ഞാൻ അംബിക മാതാജി മ്യൂട്ടാണ്, അത് മാറ്റൂ. ആർജവം ആർജവം എന്താന്ന് അത് വിട്ടുപോയി. ഓക്കെ, ബാക്കിയെല്ലാം കിട്ടിയോ? ബാക്കിയുള്ള എല്ലാം കിട്ടി. മൂന്നാമത്തെ യൂണിറ്റ് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് മാതാജിക്ക് ഇത് അറിയാത്തത്. 3ാമത്തെ യൂണിറ്റ് ഭക്തിശാസ്ത്രയിൽ വരുന്ന ശ്ലോകമാണ് കേട്ടോ. ഓക്കെ, ആർജവം എന്ന് പറഞ്ഞാൽ സത്യസന്ധത. ഓക്കെ, ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭുജി, ഈ ബുക്ക് എവിടുന്നാ വാങ്ങിക്കാൻ കിട്ടുക? ശ്രീമദ് ഭാഗവതം ആണോ? അതെ. ആദികർത്ത പ്രഭുവായിട്ട് കോൺടാക്ട്. ഇസ്കോൺ. ഹരേ കൃഷ്ണ, എന്നെ വിളിച്ചാൽ മതി, എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ ലിങ്ക് ഇട്ടിട്ട് ആ ലിങ്കില് പാസ്കോഡ് കൊടുത്തിട്ടുള്ള എന്റെ മൊബൈൽ നമ്പറാണ്. ആ ലിങ്കിലെ നമ്പർ നോക്കി വിളിച്ചോളൂ. ഹരേ കൃഷ്ണ. ഞാൻ ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ വരെ കൊടുക്കാൻ പറ്റും എനിക്ക്. ചൈതന്യ ചരിതാമൃതവും ഭാഗവതം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 30ഓളം കൊടുത്തു കഴിഞ്ഞു. ഹരേ കൃഷ്ണ.
എത്ര രൂപയെന്നറിയോ പ്രഭു? ഇപ്പൊ ഭാഗവതം 13,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പ്രഭുജി ഇൻസ്റ്റാൾമെന്റ് എത്ര രൂപ? സെയിം തന്നെ.